ഹലോ, ഞാൻ ഗൗരിയാ. ഇവനെന്ത് ചെവി കേട്ടൂടെ? ഹലോ അച്ചുവേട്ടാ, ഇത് ഗൗരിയാ. ഗൗരിക്കുട്ടിയോ? എന്തുണ്ട് മോളെ? ബുദ്ധിമുട്ടോ? അവനോ? അവൻ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? ശരി മോളെ. ആരാ? എന്തുറക്കോടാ ഇത്? ഇന്നലെ രാത്രി ഒരുപാട് സ്വപ്നം കണ്ട് ഉറങ്ങിയതുകൊണ്ട് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റില്ല. ഭയങ്കര ഉറക്കക്ഷീണം. നമ്മുടെ ഗൗരിക്കുട്ടി ഇപ്പൊ വിളിച്ചിരുന്നു. ഗൗരി അമ്മേ? അമ്പാടിയിലെ ഗൗരി. നാളെ ആ ഉണ്ണി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നീ കൂടെ ചെല്ലണോന്ന്. നാളെ? നാളെ എനിക്ക് പറ്റില്ല. നാളെ വെള്ളിയാഴ്ചയല്ലേ, എനിക്ക് പനി ഛർദിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഭയങ്കര ചൂടുണ്ട്. എന്റെ അമ്മോ. ഒരു കുഴപ്പമില്ല. അയ്യോ കുഴപ്പമുണ്ട്, പനി വരും. അങ്ങനെയാണെങ്കിൽ ശിവന്റെ ഒരു ഡോസ് മരുന്ന് മേടിച്ചു കഴിച്ചോ. മരുന്ന് കഴിച്ചാ പനി പോവില്ലേട്ടാ. പനി വന്നാ പനിച്ചു തന്നെ പോണം. എന്റെ പനിച്ചുകാട് മുത്തി നീ കേട്ടില്ലേ? ഞാനോട് പറയുന്ന കേട്ടാ മതി. ആ കൊച്ചു ആദ്യമായിട്ടൊരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മുടക്കാൻ നിൽക്കണ്ട. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അവള് കേട്ടില്ലോ. അപ്പോഴേക്കും അവളുടെ ഒരു ഉണ്ണി. അവനെ എയർപോർട്ടിൽ കൊണ്ടവൻ എന്റെ പട്ടി പോവും. ഗൗരി പറഞ്ഞിരുന്നു എന്നെ യാത്രയാക്കാൻ രാമൻകുട്ടിയും കൂടെ ഉണ്ടാവുന്നു. ഏതായാലും വന്നതിൽ സന്തോഷം. ഓ, രാമൻകുട്ടി ഇയാളെ യാത്രയാക്കാൻ വന്നൊന്നുമല്ല. തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബാംഗ്ലൂർ എത്തിയ ഉടൻ വിളിക്കണം. അതല്ല അവിടെ ചെല്ലുമ്പോ നീ എന്നെ മറക്കോ? നിന്നെ മറക്കാനോ? പിന്നെ എനിക്ക് നാട്ടിൽ വന്ന് ജീവിക്കണ്ടേ? ഇനി എന്നാ ആശം തിരിച്ചു വരുന്നേ? ഇനി കല്യാണത്തിന്. കല്യാണത്തിന് പന്തലും സദ്യയൊക്കെ നമ്മുടെ രാമൻകുട്ടിയുടെ വക. എന്തേ? അതെ, ഇവരുടെ സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഉണ്ണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കല്യാണത്തിനാവട്ടെ, അല്ലേ രാമൻകുട്ടി? എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, 16 മണിക്കെങ്കിലും സ്ഥലം വരെ പോകാനെന്ന് പറഞ്ഞു. 16 മണിയോ? എന്ന് വെച്ച 4 മണി റെയിൽവേ ടൈം. ഞാൻ വിചാരിച്ച് ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ, എന്റെ ഡ്രൈവിംഗ് തെറ്റണു. ബാഗ് ഞാൻ എടുത്തു തരാം. ഞാൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. എന്റെ ചാത്തമാരെ, മൊട്ടയിലെ കൂടോത്രം വലിച്ചേക്കണേ. പോകുന്ന വഴി ചെറിയ അപകടം ഉണ്ടാക്കി ഇവനെ വികലാങ്ങനാക്കി ഇവരുടെ പ്രണയം നശിപ്പിച്ചേക്കണേ. എന്താണോ ഉണ്ടാവുക? എനിക്ക് ആലോചിക്കുമ്പോൾ ചിരി വരിക. ഹാൻഡിൽ വിത്ത് കെയർ. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷനോ? ഒരാൾ ഒരു സാധനം തരുമ്പോ ആദ്യം പറയേണ്ടത് താങ്ക്സ് എന്നാണ്. ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാന്റൊക്കെ ഇട്ട് ബാംഗ്ലൂരിൽ ജീവിക്കണത്? ഇറ്റ്സ് ടു മച്ച്. ഞാൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവളത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അതാ ഗൗരിയുടെ ക്യാരക്ടർ. മുറച്ചെറുക്കനാണെങ്കിലും രാമൻകുട്ടി വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല. എല്ലാം നിങ്ങളെ ടെൻഷനാക്കാൻ അവള് കാണിച്ച കുസൃതികളാ. ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഗൗരി പറഞ്ഞൊരു കള്ളം മാത്രമാണ്. ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ എന്നെ യാത്ര അയക്കാൻ നിങ്ങളെ കൂടെ കൂട്ടിയത്. നിങ്ങളെ കണ്ടത് മുതൽ എല്ലാ കഥകളും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗൗരിക്ക് ഈ രാമൻകുട്ടിയെ ഇഷ്ടമാണ്. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അതെ, ഉണ്ണി എന്നോട് ക്ഷമിക്കണം. കിട്ടിയ സമയത്തിനുള്ളില് കാറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ വൃത്തിയോട് കാണിച്ചു. എന്ത്? നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മൊട്ടയിൽ ഒരു സാധനം ചെയ്തു. ഞാൻ സിബൊന്ന് തുറന്നോട്ടെ? അയ്യോ, അങ്ങനെ പറയുന്നത്. ഞാൻ സിബൊന്ന് തുറന്നെടുത്തോട്ടെ? ബാഗിന്റെ സിബ് തുറക്കാൻ. മൊട്ടയില് കൂടോത്രം. പ്യാരി പറഞ്ഞു കേട്ടപ്പോ ചാത്ത സേവ അപകടം പറ്റാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണം. ഇതെവിടെ കളയാ? എന്തെങ്കിലും തരണേ. 2-3 ദിവസമായി വല്ലതും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. വിഷം തട്ട് വയ്യ. മുട്ടയോ? വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്. കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. സാറ് കഥാകൃത്താണോ? മുട്ടയിൽ വരെ ഡയലോഗ് കൊണ്ടേ പുഴുങ്ങി തിന്നടോ. ISI മുദ്രയുള്ള മുട്ട. താൻ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ. ഇക്കാലത്ത് വല്ലവരും ഇങ്ങനെയൊക്കെ ചെയ്യൂ? എനിക്കറിയാം. ബട്ട് ആക്ച്വലി ഫോർമുല. എന്താ അതില്ലേ? ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം വരട്ടെ.